ഓക്കെ, ശരി. നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഒന്നുകൂടെ ഒന്ന് ഓടിച്ചു പോവുകയാണ്. ഇന്നലെ നമ്മൾ വോളിയം അഥവാ വ്യാപ്തം എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റാണ് നമ്മൾ ഇന്നലെ പഠിച്ചത്. ഇത്തരത്തിലുള്ളൊരു ബ്ലോക്ക് തന്നു കഴിഞ്ഞാൽ അതിൻ്റെ വോളിയം എങ്ങനെയാണ് കണ്ടെത്തുക എന്നുള്ള രീതി നമ്മൾ ഇന്നലെ പഠിച്ചു. ആദ്യം നമ്മൾ പഠിച്ചത് ഇപ്പോൾ 7 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇവിടെ 7 സമഭാഗങ്ങളാക്കുകയായിരുന്നു നമ്മൾ ചെയ്തത്. അതിനുശേഷം ഇതിങ്ങനെ നീട്ടി വരച്ചു. ശേഷം ഇവിടെ 4 ഭാഗങ്ങളാക്കി. ശേഷം അതിലെ ചതുരങ്ങളുടെ എണ്ണമാണ് നമ്മൾ അളന്ന് ഇന്നലെ എഴുതിയത്. അതായിരുന്നു ആദ്യത്തെ രീതി. രണ്ടാമത്തെ രീതി നമ്മൾ കണ്ടു, വ്യാപ്തം അഥവാ വോളിയം കണ്ടെത്താനായിട്ട് നീളം ഗുണിക്കണം വീതി ഗുണിക്കണം ഉയരം, അതായത് ലെങ്ത് ബ്രെഡ്ത്ത് ഹൈറ്റ് അല്ലെങ്കിൽ ലെങ്ത് വിഡ്ത്ത് ഹൈറ്റ് ഇവയെല്ലാത്തിൻ്റെയും ഗുണനഫലമായിരിക്കും വോളിയം എന്നാണ് നമ്മൾ ഇന്നലെ കണ്ടത്. അതായത് V = 1 × 7 × 4 = 28 ക്യൂബിക് സെൻറ്റിമീറ്റർ എന്ന് നമ്മൾ ഇന്നലെ കണ്ടിരുന്നു. ആ രീതിയാണ് നമ്മൾ ഇന്നലെ ഒന്ന് പഠിച്ചത്. പിന്നെ നമ്മൾ രണ്ടാമത്തെ പഠിച്ച കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് നമ്മൾ എക്സ്പ്ലനേഷനായിട്ട് നമ്മൾ കൊടുത്തതും. അതായത് ചതുരക്കട്ടയുടെ വ്യാപ്തം അതിൻ്റെ നീളം വീതി ഉയരം എന്നിവയുടെ ഗുണനഫലമാണ് എന്നതാണ് ഇന്നലെ നമ്മൾ കണ്ടെത്തിയ ആ ഒരു ആശയം അല്ലെങ്കിൽ പഠിച്ച ആ ഒരു ആശയം എന്നത്. പിന്നെ നമ്മൾ അതുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രായോഗിക പ്രശ്നങ്ങൾ നമ്മൾ പരിഹരിക്കുകയുണ്ടായി. പിന്നെ വ്യാപ്തവും നീളവും തമ്മിലുള്ള പ്രവർത്തനം നമ്മൾ ചെയ്തു. വോളിയം ആൻഡ് ലെങ്ത് എന്ന് പറയുന്ന ഒരു പ്രവർത്തനം നമ്മൾ ഇന്നലെ ചെയ്തിരുന്നു. പിന്നെ ഇങ്ങനെ വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക, അത് നീളം വീതി ഉയരം ലെങ്ത് വിഡ്ത്ത് ഹൈറ്റ് തന്നു കഴിഞ്ഞാൽ വോളിയം കണ്ടുപിടിക്കുക, ഇല്ലെങ്കിൽ വോളിയം വിഡ്ത്ത് ലെങ്ത് കണ്ടു കഴിഞ്ഞാൽ ഹൈറ്റ് കണ്ടുപിടിക്കുക. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ഇന്നലെ ക്ലാസ്സിൽ ചെയ്തിരുന്നു. ഇവിടെ ഇന്നലെ ഹരണമാണ്, ഡിവിഷനാണ് ഇവിടുത്തെ പ്രധാന ആൾ, ഡിവിഷനാണ് ഇവിടെ ചെയ്യുന്നത് നമ്മൾ ഇന്നലെ മനസ്സിലാക്കിയിരുന്നു. പിന്നെ അതിനുശേഷം നമ്മൾ ഇന്നലെ ഒരു സ്റ്റെപ്പ് പോലെ ഈ ഒരു രൂപത്തിൻ്റെ വ്യാപ്തം അല്ലെങ്കിൽ വോളിയം എന്താണ് എന്നുള്ളത് ഇന്നലെ നമ്മൾ കണ്ടിരുന്നു. ശേഷം നമ്മൾ കണ്ടത് ഇത്തരത്തിലുള്ള രൂപം, ഇതിൻ്റെ വ്യാപ്തം കണ്ടുപിടിക്കുന്ന ആ ഒരു പ്രവർത്തനത്തിലൂടെയാണ് ഇന്നലത്തെ ക്ലാസ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്തത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലാർജ് മെഷർമെൻറ്റ് എന്ന് പറയുന്നത് വലിയ അളവുകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. നമ്മൾ ഇന്നലെ പറഞ്ഞു വശങ്ങളുടെ നീളം, അതായത് നമ്മളൊരു സമചതുരക്കട്ട എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ വശങ്ങളുടെ നീളം 1 സെൻറ്റിമീറ്റർ വീതമാണെങ്കിൽ, അതായത് ഇത് 1 സെൻറ്റിമീറ്റർ, ഈ ഉയരം 1 സെൻറ്റിമീറ്റർ, ഈ നീളം 1 സെൻറ്റിമീറ്റർ, വീതി ഉയരം 1 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇതിൻ്റെ വ്യാപ്തം അഥവാ വോളിയം, ഇതിൻ്റെ വോളിയം എന്ന് പറയുന്നത് എത്രയായിരിക്കും? നമ്മളിതിനെ കണ്ടു, എന്താണ്? ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്. ഇവിടുത്തെ ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും എത്രയാണ്? 1 സെൻറ്റിമീറ്റർ 1 സെൻറ്റിമീറ്റർ 1 സെൻറ്റിമീറ്റർ 1 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇതിൻ്റെ ഉത്തരമായിട്ട് നമുക്ക് കിട്ടുന്ന എത്രയാണ്? 4 എത്രയാണ്? ക്യൂബിക് സെൻറ്റിമീറ്റർ അഥവാ 4 ഘന സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ എന്തായിട്ട് കിട്ടുന്നത്? 4 അല്ല, ക്ഷമിക്കണം, ഞാൻ കൂട്ടി വെച്ചു ആദ്യം. കറക്റ്റ്, ശരിയാണ് 1 ക്യൂബിക്. എനിക്കിവിടെ വേറൊരു രക്ഷകർത്താവിൻ്റെ കോള് വന്നു, അതുകൊണ്ട് എൻ്റെ ശ്രദ്ധ അങ്ങോട്ടേക്ക് പോയി, അതുകൊണ്ടാണ് ക്ഷമിക്കുക, എനിക്കവിടെ എഴുതിയപ്പോൾ തെറ്റിപ്പോയത്. 1 ക്യൂബിക് സെൻറ്റിമീറ്റർ അഥവാ 1 ഘന സെൻറ്റിമീറ്റർ എന്ന് മലയാളത്തിൽ നമ്മൾ കണ്ടു. അതൻ ഇവിടെ ചോദ്യം നോക്കിയാൽ, വാട്ട് ഈസ് ദ വോളിയം ഓഫ് എ ക്യൂബ് ഓഫ് സൈഡ് 1 മീറ്റർ? ഇവിടെ പറഞ്ഞത് 1 സെൻറ്റിമീറ്റർ ആണെങ്കിൽ എത്രയാണ്? 1 ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ്, അല്ലെങ്കിൽ 1 ഘന സെൻറ്റിമീറ്റർ ആണ് വ്യാപ്തം. ഇനി അവിടെ ചോദ്യം ഒന്ന് മാറ്റിയിരിക്കുകയാണ്. ഇവിടെ പറയുന്നു, ഇങ്ങനെ ഇത്തരത്തിലൊരു ക്യൂബ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ക്യൂബിൻ്റെ ഒരു വശത്തിൻ്റെ നീളം 1 മീറ്റർ, ഈ ഒരു വശത്തിൻ്റെ നീളം 1 മീറ്റർ, ഈ ഒരു വശത്തിൻ്റെ നീളം 1 മീറ്റർ ആണെങ്കിൽ ഇതിൻ്റെ വ്യാപ്തം എത്രയായിരിക്കും? ഇതിൻ്റെ വ്യാപ്തം അഥവാ ഇതിൻ്റെ വോളിയം എത്രയായിരിക്കും എന്നാണ് നമുക്കിവിടെ കണ്ടെത്തേണ്ടത്. നീളവും വീതിയും ഉയരവും 1 മീറ്ററായ ഒരു സമചതുരക്കട്ടയുടെ എത്ര ഘന സെൻറ്റിമീറ്റർ ആണ് അതിൻ്റെ വ്യാപ്തം എന്നാണ് നമുക്കിവിടെ കണ്ടെത്തേണ്ടത്. ഇവിടെയും നമുക്ക് നോക്കാം, എത്രയാണ്? നീളം ലെങ്ത്, വീതി വിഡ്ത്ത്, ബ്രെഡ്ത്ത് എന്നും പറയാറുണ്ട്, ഹൈറ്റ് ഉയരം, ഇതിങ്ങനെയാണ് നമ്മൾ വ്യാപ്തം കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചു. ഇവിടെ എത്രയാണ്? നീളം എത്രയാണ്? 1 മീറ്റർ ആണ്. വീതി എത്രയാണ്? ബ്രെഡ്ത്ത് എത്രയാണ്? 1 മീറ്റർ ആണ്. ഉയരം ഹൈറ്റ് എത്രയാണ്?
1 മീറ്റർ ആണ് എങ്കിൽ ഇതിൻ്റെ വ്യാപ്തം എത്രയായിരിക്കും? 1 മീറ്റർ. എത്രയായിരിക്കും ഇവിടെ? 1 മീറ്ററോ? വ്യാപ്തം വോളിയം മീറ്ററിലല്ല പറയുക. വോളിയം മീറ്ററിൽ പറയില്ല, തെറ്റാണ്. വോളിയം സെന്റിമീറ്റർ പറയാൻ പറ്റില്ല. ഇവിടെ മീറ്ററിലാണ് വന്നിരിക്കുന്നത്. ഒരു ക്യൂബിക് സെന്റിമീറ്റർ. കുട്ടികളെ ശ്രദ്ധിക്കുക. ക്യൂബിക് സെന്റിമീറ്റർ എന്ന് പറയാൻ പറ്റുമോ? ഇവിടെ പറ്റും. കാരണം ഇവിടെ 1 സെന്റിമീറ്റർ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ സെന്റിമീറ്റർ അല്ല, ഇവിടെ എത്രയാണ്? മീറ്റർ ആണ്. അപ്പൊ ഇവിടെ ക്യൂബിക് സെന്റിമീറ്റർ എന്ന് പറയാൻ പറ്റുമോ? വെരി ഗുഡ്. അപ്പൊ ഇവിടെ എന്ത് പറയും? ഒരു ക്യൂബിക് മീറ്റർ എന്ന് പറയാം. മലയാളത്തിൽ ഇതിനെ ഒരു ഘനമീറ്റർ എന്ന് നമുക്ക് ഇവിടെ പറയാൻ സാധിക്കുന്നതാണ്. ഓക്കെ, മനസ്സിലായോ? ഇനി ഇവിടെ ഞാൻ വേറൊരു കാര്യം പറഞ്ഞോട്ടെ. നമുക്ക് വേറൊരു കാര്യം പറയാം. ഇവിടെ നമ്മൾ കണ്ടു വ്യാപ്തം. ഞാൻ വോളിയം ഈസ് ഈക്വൽ ടു 1 മീറ്റർ ഇൻറ്റു 1 മീറ്റർ ഇൻറ്റു 1 മീറ്റർ, ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ക്യൂബിക് മീറ്റർ എന്ന് പറഞ്ഞു. ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ മക്കളെ, 1 മീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര സെന്റിമീറ്റർ ആണ്? ഓക്കെ, ശരി. ഒരാൾ ഉത്തരം പറഞ്ഞാൽ ബാക്കിയുള്ളവർ മ്യൂട്ട് ചെയ്യുക. 100 സെന്റിമീറ്റർ, റൈറ്റ്. 1 മീറ്റർ ഈസ് 100 സെന്റിമീറ്റർ. എങ്കിൽ നമുക്ക് ഇവിടെ 1 മീറ്ററിന്റെ സ്ഥാനത്ത് 100 സെന്റിമീറ്റർ എന്ന് എഴുതാമല്ലോ. അപ്പോൾ വോളിയം എങ്ങനെ വരും? വോളിയം ഈസ് ഈക്വൽ ടു 100 സെന്റിമീറ്റർ ഇൻറ്റു 100 സെന്റിമീറ്റർ ഇൻറ്റു 100 സെന്റിമീറ്റർ. എത്ര കിട്ടും? 1 2 3 4 5 6 അല്ലേ? 10 lakh വരും. 10 lakh ക്യൂബിക് സെന്റിമീറ്റർ അല്ലേ? റൈറ്റ്, എക്സാക്ട്ലി. അപ്പം നമുക്ക് ഇവിടെ ഒരു കാര്യം ജനറലൈസ് ചെയ്ത് പറയാം. ഒരു ക്യൂബിക് മീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10 lakh 4 സെന്റിമീറ്ററോ? എത്രയാണ്? 1 ലക്ഷം ആണോ? അല്ല, 1 കോടിയോ? അപ്പൊ 5ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് 10 lakh ക്യൂബിക്. ശരി മക്കളെ, നിർത്തൂ. ഞാൻ സമ്മതിച്ചു, നിങ്ങൾക്ക് ഉത്തരം അറിയാം. നിങ്ങൾ എല്ലാവരും വിളിച്ചു പറയുമ്പോഴേക്കും മറ്റു കുട്ടികൾക്ക് ഇത് മനസ്സിലാകാതെ വരും. അതുകൊണ്ട് ഒരാൾ ഉത്തരം വിളിച്ചു പറഞ്ഞാൽ ബാക്കിയുള്ളവർ ഉണ്ടായിരിക്കുക. ഓക്കെ, സമ്മതിച്ചു. അപ്പോൾ 1 ക്യൂബിക് മീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം എന്താണ്? 10 lakh ക്യൂബിക് സെന്റിമീറ്റർ. ഇത് പഠിച്ചു വെക്കണം മക്കളെ. കാരണം നിങ്ങൾക്ക് വലുതാകുമ്പോൾ PSC പരീക്ഷയ്ക്ക് വരെ ചോദിക്കുന്ന ഒരു സാധനമാണ് ഈ ഒരു സാധനം. ഒരു ക്യൂബിക് മീറ്റർ എന്ന് പറഞ്ഞാൽ 10 lakh ക്യൂബിക് സെന്റിമീറ്റർ ആണ്. അപ്പോൾ ഇതിന്റെ നോക്കൂ, ഇതിന്റെ നീളവും വീതിയും 1 മീറ്റർ ആയ ഒരു സമചതുരക്കട്ടയുടെ എത്ര ഘന സെന്റിമീറ്റർ ആയിരിക്കും അതിന്റെ വ്യാപ്തം? 10 lakh ക്യൂബിക് സെന്റിമീറ്റർ ആയിരിക്കും. മനസ്സിലായോ? അതാണ് അതിന്റെ ഉത്തരം. ഇവിടെ ഘനമീറ്റർ ആണ്, അതിന് നമ്മൾ ഘന സെന്റിമീറ്റർ, ക്യൂബിക് സെന്റിമീറ്ററിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ അത് ഓർത്തോണം. അതാണ് ആ പ്രവർത്തനത്തിന്റെ ഉത്തരമായിട്ട് വരിക. ഇതിന്റെ എല്ലാം നമ്മൾ എടുത്ത ആ വീഡിയോയുടെ ഓഡിയോ നമുക്ക് കിട്ടിയില്ല. അതുകൊണ്ടാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പറ്റാഞ്ഞത്. ഇന്നത്തെ ഞാൻ ഓഡിയോ എല്ലാം റെക്കോർഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ ജ്ഞാനോദയം മീഡിയയിൽ ഞാനിതെല്ലാം അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ നോട്ട് ഇതുപോലെ തന്നെ നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക്. ഏതാണ് മനസ്സിലാവാഞ്ഞത്? കുഴപ്പമില്ല, ഞാനത് യൂട്യൂബ് ചാനലിൽ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാം, അപ്പോഴേക്കും കാണാൻ പറ്റും കേട്ടോ. ഇതിപ്പോൾ നിങ്ങളുടെ നെറ്റിൻ്റെ ഇഷ്യൂ ആയുള്ളത് കൊണ്ടാവാം കേൾക്കാത്തത്. ഓക്കെ, നമ്മൾ ഒരുപാട് ആളുകൾ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എനിക്ക് അഡ്മിറ്റ് ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ട്. കാരണം അവസാന നിമിഷമാണ്.
പ്രിയ കുട്ടികളുടെയും രക്ഷകർത്താക്കളെയും ശ്രദ്ധിക്കുക. നിങ്ങൾ സമയബന്ധിതമായിട്ട് തന്നെ ക്ലാസ്സിൽ കയറാൻ ശ്രമിക്കുക. ഇപ്പോൾ 7:30 ആകുന്നു, 7 മണിയാണ് ക്ലാസ് പറഞ്ഞ സമയം. ഈ സമയമാകുമ്പോഴേക്കും കയറി കഴിഞ്ഞാൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടാകും. ഇങ്ങനെ ഒരാളിരുന്ന് അഡ്മിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യണം, ക്ലാസ്സിൽ പഠിപ്പിക്കുകയും വേണം. ഓക്കെ, അതുകൊണ്ട് രക്ഷകർത്താക്കളും ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ലാർജ് മെഷർ, വലിയ അളവുകളെ കുറിച്ച് പറഞ്ഞു. ഇത്രയും ദിവസം നമ്മൾ ഘന സെന്റിമീറ്റർ പറഞ്ഞു. ഇനി നമ്മൾ ഘന മീറ്ററുകളെ കുറിച്ചാണ് നമ്മളിവിടെ പറഞ്ഞത്. ഇനി ഇവിടെ പറയുന്നു, വോളിയം ഓഫ് ലാർജ് ഒബ്ജക്ട്സ് ആർ ഓഫ്റ്റൻ സെഡ് ആസ് ക്യൂബിക് മീറ്റേഴ്സ്. ഇതാരാ? അനിൽകുമാർ മ്യൂട്ട് ചെയ്യൂ. ബിജു എൻ. പാർവതി ഈ ജോയിൻ ചെയ്ത രക്ഷകർത്താക്കൾ ഈ മൈക്കൊന്ന് മ്യൂട്ട് ചെയ്യണേ. അനൂപ് സി. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇവിടെ പറയുന്നു, വോളിയം ഓഫ് ലാർജ് ഒബ്ജക്റ്റ് ആർ ഓഫ്റ്റൻ സെഡ് ആസ് ക്യൂബിക് മീറ്റർ. നമ്മൾ ഈ വലിയ വലിയ സാധനങ്ങളെയൊക്കെ നമ്മൾ ക്യൂബിക് മീറ്ററിലായിരിക്കും പറയാം. ചെറിയ ബോക്സുകൾ, നമ്മുടെ ചെറിയ ചെറിയ ടിഫിൻ ബോക്സുകൾ, അതൊക്കെ ക്യൂബിക് സെൻറ്റിമീറ്ററിൽ നമുക്ക് അതിൻ്റെ വോളിയം പറയാം. പക്ഷേ വലിയ സാധനങ്ങൾ നമ്മളെപ്പോഴാണ് ക്യൂബിക് മീറ്റർ അല്ലെങ്കിൽ ഘന മീറ്ററിൽ അതിൻ്റെ ഉപയോഗിച്ചാണ് അതിൻ്റെ യൂണിറ്റ്, അതിൻ്റെ ആ ഒരു സാധനം രേഖപ്പെടുത്താറായിട്ട് ഉള്ളത്. ഇനി ഇവിടെ ഒരു നോക്കൂ, എ ട്രക്ക് ഈസ് ലോഡഡ് വിത്ത് സാൻഡ് 4 meter long, 2 meter wide and 1 meter height. The price of 1 cubic meter of sand is 1000 rupees. What is the price of this truck loaded? ഒരു ലോറിയിൽ 4 മീറ്റർ നീളവും 2 മീറ്റർ വീതിയിലും 1 മീറ്റർ ഉയരത്തിലും മണൽ നിറച്ചിട്ടുണ്ട്. ഒരു ഘനമീറ്റർ മണലിന് 1000 രൂപയാണ് വില. ഈ മണലിൻ്റെ വില എത്രയാണ്? നമ്മൾ മാത്സിൽ ഒരു പ്രവർത്തനം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുണ്ട്. ഞാൻ ഇന്നലെ പറഞ്ഞു, ഓരോ വാക്കും ഓരോ അക്ഷരത്തിലും ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഓരോരോ വാക്കുകൾ എടുക്കണം. ഒരു ലോറിയിൽ എ ട്രക്ക് ഈസ് ലോഡഡ് വിത്ത് സാൻഡ്, അതിനകത്ത് മണൽ നിറച്ചിട്ടുണ്ട്. 4 meter long, 2 meter wide and 1 meter height. അപ്പോൾ പറയുന്ന ആ ട്രക്കിൻ്റെ ആ ഒരു ബോക്സിൻ്റെ അളവ്, ലോറിയുടെ ആ ബോക്സിൻ്റെ അളവാണ് ഈ പറഞ്ഞിരിക്കുന്നത്. 4 meter long, 2 meter wide and 1 meter height. അപ്പോൾ ആ ട്രക്കിൻ്റെ ആ ഒരു ബോക്സാണ് നമുക്കിവിടെ കൺസിഡർ ചെയ്യേണ്ടത്. അതിൻ്റെ നീളം, അതിൻ്റെ ലെങ്ത് ആണ് പറയുന്നത് എത്രയാണ്? 4 meter. ഇനി അതിൻ്റെ വിഡ്ത്ത്, വിഡ്ത്ത് അല്ലെങ്കിൽ ബ്രെഡ്ത്ത് ഏത് വേണമെങ്കിലും പറയാം, അതാണ് എന്ത്? 2 meter വീതി. ഇനി അതിൻ്റെ ഉയരം, ഹൈറ്റ് ആണ് എന്ത്? 1 meter. അപ്പോൾ മാത്സിൽ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ ഇതിനെ നിത്യജീവിത പ്രശ്നങ്ങൾ എന്നാണ് പറയുന്നത്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. ആ മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്യണേ. ഇനി മീറ്റിങ്ങിൽ നിന്ന് ഞാൻ എക്സിറ്റ് അടിക്കേണ്ടി വരും. എന്നല്ലേ അനൂപ് സി, ഞാൻ ഒരു തവണ മൈക്ക് മ്യൂട്ട് ചെയ്തതായിരുന്നു, വീണ്ടും അത് എടുത്തു വെച്ചു. ഓക്കെ, ബിജു എൻ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു വന്നത് ഈ ഒരു ട്രക്കിൻ്റെ നീളം എന്ന് പറയുന്നത് 4 മീറ്റർ ആണ്. ഇതിൻ്റെ വിഡ്ത്ത്, ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 2 മീറ്റർ ആണ്. ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മീറ്റർ ആണ്. ഇതാണ് തന്നിരിക്കുന്ന കാര്യങ്ങൾ. ഒരു മാത്സിൻ്റെ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് എന്തൊക്കെയാണ് തന്നിട്ടുള്ളതെന്ന് എഴുതണം. അപ്പോൾ തന്നെ ചോദ്യം മനസ്സിലായി എന്നാണ് അതിനർത്ഥം. ഇനി ഒരു ഘനമീറ്റർ മണലിന് 1000 രൂപ വിലയാണ് ഉള്ളത്. അതായത് ഒരു ഘനമീറ്റർ, 1 cubic meter, 1 cubic meter എന്നാണ് 1000 rupees ആണ് അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. 1000 രൂപയാണ്. വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് ദിസ് ട്രക്ക് ലോഡഡ്? എങ്കിൽ ഈ മണലിൻ്റെ വില, ഈ ട്രക്കിൽ ലോഡ് ചെയ്തിരിക്കുന്ന മണലിൻ്റെ വില എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമേ നമുക്ക് ഗുണിച്ചാൽ മതി. പക്ഷെ അങ്ങനെ പഠിച്ചുകൊണ്ടായില്ല സുഹൃത്തെ. കാരണം പരീക്ഷയ്ക്ക് ചോദിക്കുക ഒരിക്കലും ഇങ്ങനെ ഒരു ചോദ്യം വരത്തില്ല. ഇതിൻ്റെ ആഴെന്നുള്ള ചിന്തിച്ചെടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ഉത്തരങ്ങൾ കണ്ടെത്താൻ പറ്റുള്ളൂ. അനൂപ് സി, ഇത് 4-5 തവണയായി ഇപ്പോൾ ഇത് അൺമ്യൂട്ട് ചെയ്ത് പരിപാടി വന്നു. ഇനി ഞാൻ ക്ലാസ്സിൽ നിന്ന് ഞാൻ ഇറക്കി വിടേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട്
ശ്രദ്ധിക്കുക. അപ്പോൾ ലെങ്ത്, വിഡ്ത്ത്, ഹൈറ്റ് ഇത്രയും തന്നിട്ടുണ്ട്. ഇതിനകത്ത് ഒരു ക്യൂബിക് മീറ്ററിന് 1000 രൂപയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് എത്ര ക്യൂബിക് മീറ്റർ മണൽ കൊള്ളും എന്നറിഞ്ഞു കഴിഞ്ഞാൽ അത്രയും ക്യൂബിക് മീറ്ററിന് 1000 രൂപ വെച്ച് നമുക്ക് കൂട്ടിയാൽ പോരെ, ഇല്ലേ? ഗുണിച്ചെടുത്താൽ മതിയല്ലോ. അപ്പോൾ നമുക്കിത് അതിൻ്റെ എന്ത് ചെയ്യാം, വോളിയം കണ്ടെത്താം. വോളിയം ഇതിൻ്റെ എന്ത് കണ്ടുപിടുത്തണം, വ്യാപ്തം അഥവാ വോളിയം. നമുക്ക് കണ്ടുപിടിക്കാൻ അറിയാം, ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ് വോളിയം. ഇത് നമ്മൾ നേരത്തെ കണ്ടു. ഇവിടെ ലെങ്ത് എത്രയാണ്, 4, വിഡ്ത്ത് എത്രയാണ്, 2, ഹൈറ്റ് എത്രയാണ്, 1. എങ്കിൽ ഇതിൻ്റെ വോളിയം എത്രയായിരിക്കും, 8 ക്യൂബിക് മീറ്റർ ആയിരിക്കും ഇതിൻ്റെ വോളിയം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ഒരു വണ്ടിയുടെ ഈ ഒരു ബോക്സ്, ഈ ബോക്സിനകത്ത് എത്രത്തോളം മണൽ കൊള്ളും എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതായത് ഇതിൻ്റെ ഉയരം എന്ന് പറഞ്ഞാൽ 1 മീറ്റർ ആണ്, ഇതിൻ്റെ നീളം എന്ന് പറഞ്ഞാൽ 4 മീറ്റർ ആണ്, ഇതിൻ്റെ വീതി അല്ലെങ്കിൽ ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ 2 മീറ്റർ ആണ്. സോ ദിസ് ഇസ് എ മെഷർമെൻറ്റ്. ഇൻ ഓർഡർ ടു കാൽക്കുലേറ്റ് ദ വോളിയം ഓൺലി വി നീഡ് ടു multiply all these 3 numbers. We only need to multiply length, breadth and height, then we will get the value of volume or വ്യാപ്തം. ഇനി ഇവിടെ പറഞ്ഞിട്ടുണ്ട് 1 ക്യൂബിക് മീറ്റർ, ഇതിനകത്തുനിന്ന് ഒരു ക്യൂബിക് മീറ്റർ, ഒരു ചെറിയ സ്ക്വയർ, ഇത്രയും ഭാഗത്തെ ഒരു മണലിൻ്റെ വില എന്ന് പറയുന്നത് 1000 രൂപയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ മൊത്തം എത്ര ക്യൂബിക് മീറ്റർ ഉണ്ട്, 8 ക്യൂബിക് മീറ്റർ ഉണ്ട്. എങ്കിൽ ആ 8 ക്യൂബിക് മീറ്റർ ആകുമ്പോഴേക്കും എന്താണ്, ഇതിൻ്റെ മൊത്തം ഫില്ലാകും, ഇത് കംപ്ലീറ്റ് ആവും. അപ്പോൾ എന്താണ് ടോട്ടൽ എമൗണ്ട്, ആകെ വില എന്ന് പറയുമ്പോൾ നമ്മൾക്കിപ്പോൾ മൊത്തം എത്ര ക്യൂബിക് മീറ്റർ ഉള്ളത്, 8 ക്യൂബിക് മീറ്റർ ഉണ്ട്. ഒരു ക്യൂബിക് മീറ്ററിന് എത്ര രൂപ വെച്ചാണ്, 1000 രൂപ വെച്ചിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്. ടോട്ടൽ എത്ര രൂപയാണ്, 8000 റുപ്പീസ് ആയിരിക്കും ഇതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ശരിയാണ്, വെരി ഗുഡ്, ശരിയാണ്. ഒന്നുകൂടെ പറഞ്ഞുതരാം, ശ്രദ്ധിക്കുക. ഒരു ലോറിയിൽ 4 മീറ്റർ നീളവും 2 മീറ്റർ വീതിയും 1 മീറ്റർ ഉയരമുള്ള മണൽ നിറച്ചിട്ടുണ്ട്. ഇതൊരു ലോറിയാണ്. ഇതിൻ്റെ പെട്ടിയുടെ നീളം 4 മീറ്ററും 2 മീറ്ററും 1 മീറ്റർ ഉയരവുമാണ്. ഇതിനകത്ത് എത്ര മണൽ കൊള്ളും എന്നാണ് കണ്ടെത്തേണ്ടത്. എന്തോരം സാധനം കൊള്ളും, അതിനർത്ഥം വ്യാപ്തം കണ്ടെത്തുക, വോളിയം കണ്ടെത്തുക എന്നാണ്. വോളിയം കണ്ടെത്താൻ നമുക്കറിയാം, നീളവും വീതിയും ഉയരവും തമ്മിൽ ഗുണിക്കണമെന്ന് നമ്മൾ ഇതിനു മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ കളങ്ങളൊക്കെ വരച്ച് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നീളം എത്രയാണ്, 4 മീറ്റർ, വീതി എത്രയാണ്, 2 മീറ്റർ, ഉയരം എത്രയാണ്, 1 മീറ്റർ. ഇനി ഇത് 3 വാല്യൂയും കൂടെ ഗുണിക്കുന്നു, നമുക്ക് എത്ര കിട്ടും, 4 × 2 8 ക്യൂബിക് മീറ്റർ. എന്തുകൊണ്ടാണ് മീറ്റർ വന്നത്, കാരണം ഇവിടെ ഓരോ അളവുകളും എന്തിലാണ് തന്നിരിക്കുന്നത്, മീറ്ററിലാണ് തന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ക്യൂബിക് മീറ്റർ എന്ന് പറയുന്നത് വന്നത്. ഇനി 8 ക്യൂബിക് മീറ്റർ ആണ് ഇതിൻ്റെ വോളിയം. ഇതിനകത്ത് ഒരു ക്യൂബിക് മീറ്ററിന് 1000 രൂപ വെച്ച് കൂട്ടിയാൽ 8 ക്യൂബിക് മീറ്ററിന് എത്രയാവും, 8000 രൂപയാവും. അതാണ് നമ്മളിവിടെ കണ്ടെത്തിയിരിക്കുന്നത്. മനസ്സിലായോ? ശരി, ഇനി നമുക്ക് അടുത്ത ഒരു പ്രവർത്തനത്തിലേക്ക് പോകാം. ഈ പറഞ്ഞ കാര്യം നിങ്ങളുടെ PSC പരീക്ഷയ്ക്കൊക്കെ സ്ഥിരം ചോദിക്കുന്ന ഒരു സാധനങ്ങളാണ്. നിങ്ങൾ വലുതാകുമ്പോഴൊക്കെ പബ്ലിക് എക്സാമുടെ പരീക്ഷകളിലൊക്കെ വരുന്ന സാധനമാണ്. ഇനി നമ്മൾ അടുത്തതായിട്ട് അറിയേണ്ട സാധനം ഏതാണ് ആദിദേവ് റോയ്ക്ക് മനസ്സിലാവാത്തത്? ഇപ്പൊ പറഞ്ഞ കണക്ക് ഒന്നുകൂടെ ഞാൻ പറയുന്നു. ഞാൻ 1 പ്രാവശ്യം 2 പ്രാവശ്യം പറഞ്ഞു, ശ്രദ്ധിച്ചിരിക്കുക. ആദിദേവ് റോയ് പറഞ്ഞ ഇത്രയേ ഉള്ളൂ. ഒരു ലോറി, ആ ലോറിയുടെ ബാക്കിലെ ബോക്സ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഒരു ലോറിയുടെ ബാക്കിലെ ബോക്സ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഈ ബോക്സിൻ്റെ നീളം എന്ന് പറയുന്നത് 4 മീറ്റർ ആണ്, ഉയരം എന്ന് പറയുന്നത് 1 മീറ്റർ ആണ്, വീതി എന്ന് പറഞ്ഞാൽ 2 മീറ്റർ ആണ്. ഇതിനകത്ത് എത്ര മണ്ണ് കൊള്ളും എന്നാണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. അതായത് ഇതിനകത്ത് എന്തോരം മണ്ണുകൾ നമുക്കിങ്ങനെ ഫില്ല് ചെയ്ത് നമുക്ക് വെക്കാനായിട്ട് സാധിക്കും. അങ്ങനെ അതിൻ്റെ ഉള്ളിലുള്ള അളവ് അത് കണ്ടുപിടിക്കണം. ഇതിനകത്ത് എന്തോരം സാധനങ്ങൾ കൊള്ളും, ഇതിനകത്ത് ഇരിക്കാനുള്ള സ്പേസ് എത്രയുണ്ടെന്ന് കണ്ടെത്തണം. അങ്ങനെ കണ്ടെത്തുന്നതിനാണ് നമ്മൾ വോളിയം എന്ന് നമ്മൾ പറയുന്നത്. അത് ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞതായിരുന്നു. ഈ വോളിയം കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണം, നീളവും വീതിയും ഉയരവും തൂള്ളി ഗുണിക്കണം. നീളം എത്രയാണ്, 4, വീതി എത്രയാണ്, 2, ഉയരം എത്രയാണ്, 1 മീറ്റർ. ടോട്ടൽ എത്ര കിട്ടും, 8 ക്യൂബിക് മീറ്റർ. 8 ക്യൂബിക് മീറ്റർ എന്ന് നമുക്ക്
ലഭിക്കുന്നതാണ്. ഇതാണ് എൻ്റെ ഇത്. ഇനി ഇവിടെ പറഞ്ഞിട്ടുണ്ട് 1 ക്യൂബിക് മീറ്റർ സാൻഡിന് 1 ക്യൂബിക് മീറ്റർ സാൻഡിന് ഇവിടെ നമുക്ക് വേണ്ട തുക എന്ന് പറഞ്ഞാൽ 1000 രൂപയാണ്. ടോട്ടൽ RS 1000 റുപ്പീസാണ്. എങ്കിൽ 8 ക്യൂബിക് മീറ്റർ സാൻഡിന് എത്ര കൊടുക്കണം എന്നാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അതായത് 1000 × 8 = 8000 ക്യൂബിക് മീറ്റർ എന്ന് നമുക്ക് കിട്ടും. മനസ്സിലായോ? ഓക്കെ, മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി ഇവിടെ അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു സാധനമാണ് കപ്പാസിറ്റി അല്ലെങ്കിൽ ഉള്ളളവ് എന്ന് പറയുന്ന ഒരു സാധനമാണ്. ഇവിടെ നിങ്ങൾ നോക്കുക, ഇവിടെ ഒരു പെട്ടിയാണ്. ഈ വലത് സൈഡിൽ നിങ്ങൾ നോക്കുക, ഇവിടെ ഒരു പെട്ടിയാണ്. കട്ടിയുള്ള ചതുരപ്പലകൾ ചേർത്ത് വെച്ച് ഉണ്ടാക്കിയതാണിത്. ഇതിനകത്ത് കട്ടിയുള്ള പലകകളാണ് ഇവിടെ ഉപയോഗിച്ച് നിങ്ങൾക്ക് കാണാം. ഇവിടെ നിങ്ങൾക്ക് കാണുന്നത് ഇവിടെ ഒരു കട്ടിയുള്ള പലകയാണ് ഇവിടെ ഉപയോഗിച്ച് നമ്മളിത് വെച്ചിരിക്കുന്നത്. ഇറ്റ് ഈസ് മെയ്ഡ് വിത്ത് എ തിക്ക് വുഡ് ആൻഡ് പ്ലാങ്ക്സ് ബിക്കോസ് ഓഫ് ദ തിക്നെസ് ഇന്നർ ലെങ്ത് വിഡ്ത്ത് ആൻഡ് ഹൈറ്റ് ആർ ലെസ് ദാൻ ദ ഔട്ടർ മെഷർമെൻറ്റ്. അതായത് പലകയുടെ കട്ടി കാരണം ഇതിൻ്റെ അകത്തെ നീളവും വീതിയും ഉയരവും എല്ലാം പുറത്തെ അളവിനേക്കാളും കുറവാണ്. ശരിയല്ലേ? നിങ്ങളിതാ ഈ ലെങ്ത് നോക്കിക്കേ. ഈ ലെങ്തും ഇതിൻ്റെ അകത്തെ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലെങ്താണ് വരുന്നത്. അതേപോലെ തന്നെ ഇവിടുത്തെ നീളം എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇതിൻ്റെ അകത്തെ നീളം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇനി ഇവിടുത്തെ ഉയരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗമാണ്, ഇതിൻ്റെ അകത്തെ ഉയരം എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ ഇവിടുത്തെ നീളവും വീതിയും ഉയരം സെയിം തന്നെ, പുറത്തെയും അകത്തെയും ഉയരം സെയിം തന്നെയാണെങ്കിലും നീളവും വീതിയും പുറത്തെയും അകത്തെയും രണ്ടും വ്യത്യസ്തമാണ്. അത് മനസ്സിലായോ മക്കളെ? നെറ്റിൻ്റെ വേറെ ആർക്കെങ്കിലും കാണാൻ വയ്യാത്ത ഇഷ്യൂ ഉണ്ടോ? ഇല്ല. അപ്പം ഉണ്ട്. ഒന്നുകൂടെ ലോഗ് ഔട്ട് ചെയ്തിട്ട് ലോഗിൻ ചെയ്ത് കയറുക. ഇല്ലെങ്കിൽ ഞാൻ ഈ വീഡിയോ യൂട്യൂബ് ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം. നിങ്ങൾക്ക് അപ്പോൾ അവിടെ കാണാൻ സാധിക്കുന്നതാണ് കേട്ടോ. ഓക്കെ. അതേ മക്കളെ, നെറ്റിൻ്റെ ഇഷ്യൂ കൊണ്ടായിരിക്കും ഞാൻ ഈ വീഡിയോ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യാം. നിങ്ങൾക്ക് അവിടെയും അപ്പോൾ ഈ ക്ലാസ് കാണാം. സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചു ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾക്കിപ്പോൾ ഇതിനകത്ത് 8 മണിക്ക് വേറെ ക്ലാസ് ഉള്ളത് കൊണ്ടാണ് ഞാൻ ഹറിബറിയായിട്ട് ഇപ്പം പോകുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു വന്നത് ഒരിക്കൽ കൂടെ പറയുകയാണ്. ഇവിടെ ഈ ബ്ലോക്കിൽ ഇവിടുത്തെ ഈ പുറം ഭാഗത്തെ നീളം എന്ന് പറയുന്നതും അകത്തെ നീളം എന്ന് പറയുന്നതും രണ്ടും രണ്ടാണ്. അതേപോലെ തന്നെ ഈ നീളം എന്ന് പറയുന്നതും ഇതിനകത്തെ വീതിയായിട്ട് കാണിക്കുന്ന ഈ നീളം എന്ന് പറയുന്നതും രണ്ടും രണ്ടാണ്. എന്ന് വെച്ചാൽ രണ്ടും രണ്ട് അളവുകളാണ്. പുറത്ത് നീളം കൂടുതലും അകത്ത് നീളം കുറവുമാണ്. പുറത്ത് വീതി കൂടുതലും അകത്ത് വീതി കുറവുമാണ്. ഇനി ഈ ഉയരം നോക്കൂ. ഇവിടെ പുറത്തെ ഉയരവും അകത്തെ ഉയരവും അത് ഏകദേശം ഒരേപോലെയാണ്. ഇതാണ് അവരെ പറയുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് അകത്തെ നീളം 40 സെൻറ്റിമീറ്ററും വീതി 20 സെൻറ്റിമീറ്ററും ഉയരവും 10 സെൻറ്റിമീറ്ററുമാണെന്നൊരു കാര്യം അവർ പറയുന്നുണ്ട്. ഇനി അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു ചെറിയൊരു പ്രവർത്തനം അവിടെ പറയുന്നുണ്ട്. നമുക്ക് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഈ നീളവും വീതിയും ഉയരവുമുള്ള ഒരു ചതുരക്കട്ട കൃത്യമായി നിറഞ്ഞിരിക്കുന്ന സ്ഥലമാണ് ഈ പെട്ടിയുടെ ഉള്ളത്. അതായത് ഇവിടെ പറയുന്നത് ശ്രദ്ധിച്ചോളുക. ഇവിടെ പറയുന്നു ഇതിനകത്തെ അളവ് ഇത്ര മാത്രമേ ഉള്ളൂ. പുറത്തെ അളവിനേക്കാളും വ്യത്യസ്തമാണ് ഇതിൻ്റെ ഈ അകത്തുള്ള ഈ അളവ് എന്ന് പറയുന്നത്. അപ്പം ഈ അളവിലുള്ള ഒരു ചതുരക്കട്ട നമുക്ക് ഇതിനകത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ ഇറക്കി വെക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ചതുരക്കട്ടയുടെ വ്യാപ്തം, അതായത് ഞാൻ ഇതിനകത്തേക്ക് ഇത്രയുള്ളൊരു ചെറിയ ചതുരക്കട്ട ഞാൻ ഇറക്കി വെക്കുകയാണെങ്കിൽ ഈ ചതുരക്കട്ടയുടെ വ്യാപ്തത്തിന് തുല്യമായിരിക്കും ഈ പെട്ടിയുടെ ഉള്ളിലുള്ള വ്യാപ്തം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ചതുരക്കട്ട ഇരിക്കാൻ ഇതിനകത്ത് വേണ്ട ആ ഒരു സ്ഥലമാണ് ഇതിൻ്റെ കപ്പാസിറ്റി അഥവാ ഉള്ളളവ് എന്ന് പറയുന്നത്. വേറൊന്നുമില്ല, ഇത് വ്യാപ്തം തന്നെയാണ്. വ്യാപ്തമായിട്ട് തന്നെയാണ് നമ്മളിത് പരിചയപ്പെടുന്നതും. ചുരുക്കി പറഞ്ഞാൽ അതൊരിക്കൽ കൂടെ പറയണം, ഈ ഒരു ബോക്സിനകത്ത്, ഈ ഒരു കുഴിക്കകത്തേക്ക് നമുക്ക് വേറെ ഒരു ചതുരക്കട്ട, ഇതേപോലെ ഇരിക്കുന്ന ഒരു ചതുരക്കട്ട നമുക്ക് എന്ത് ചെയ്യാം? ഇറക്കി നമുക്ക് ഇതിനകത്തേക്ക് വെക്കാനായിട്ട് സാധിക്കും. ഇത് നേരെ ഇതിനകത്തേക്ക് എന്ത് ചെയ്യാം? ഇറക്കി വെക്കാം. അപ്പോൾ ഈ ഇറക്കി വെക്കുമ്പോൾ ഇതിൻ്റെ വ്യാപ്തം എന്ന് പറയുന്നത്, ഇതിൻ്റെ വോളിയം എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്തെ വോളിയത്തിന് തുല്യമായിരിക്കും. അതായത് ഇതിനെയാണ്, ഈ ഒരു ഭാഗത്തെയാണ് ഉള്ളളവ്, ഇതിൻ്റെ ഉള്ളളവ് അഥവാ കപ്പാസിറ്റി എന്ന് പറയുന്നത്.
ഇനി എപ്പോഴും ഈ കപ്പാസിറ്റി എന്ന് പറയുന്ന സാധനം ഘന സെൻറ്റിമീറ്റർ, ക്യൂബിക് സെൻറ്റിമീറ്റർ അഥവാ ക്യൂബിക് മീറ്റർ അളവുകളിൽ മാത്രമേ രേഖപ്പെടുത്താറുള്ളൂ. അപ്പോൾ ക്യൂബിക് മീറ്റർ അഥവാ ക്യൂബിക് സെൻറ്റിമീറ്റർ അളവുകളിൽ മാത്രമേ കപ്പാസിറ്റി രേഖപ്പെടുത്താവുള്ളൂ. ഉള്ളളവ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ മക്കളെ. നമ്മളിപ്പോൾ ഒരു ഗ്ലാസ് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള സ്ഥലം, ഇതിനകത്തേക്ക് വേറൊരു ഗ്ലാസ് വെച്ച് നമുക്കിനെ ഇറക്കി വെക്കാം. അപ്പോൾ ആ ഗ്ലാസ് വെക്കാനുള്ള ആ വ്യാപ്തം, അതാണ് അതിൻ്റെ ഉള്ളളവ്. ഇറങ്ങിയിരിക്കാനുള്ള സ്പേസ് ആണ് അതിൻ്റെ ആ ഒരു ഉള്ളളവ് എന്ന് പറയുന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതൊരു തിയറി ആയിട്ടുള്ളൊരു ഭാഗമാണ്. ജസ്റ്റ് ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു കൺവേർഷനാണ്, ശ്രദ്ധിച്ചോളാം. ഒരു ലിറ്റർ എന്നാൽ 1000 ഘന സെൻറ്റിമീറ്റർ ആണ്. അതായത് ഒരു ലിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ്. ഇത് പഠിച്ചു വെക്കേണ്ട സാധനമാണ്. നമ്മൾ മനഃപ്പാഠമാക്കിയോ അല്ലെങ്കിൽ തിരിച്ച് കൺവേർഷൻ ചെയ്യാൻ അറിയാവുന്ന കുട്ടികളാണെങ്കിൽ അങ്ങനെ മനസ്സിലാക്കി നമുക്ക് ചെയ്യാം. അപ്പോൾ ഒരു ലിറ്റർ എന്ന് പറഞ്ഞാൽ 1000 ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ്. ഇനി ഒരു ക്യൂബിക് മീറ്റർ എന്ന് പറഞ്ഞാൽ 10 lakh ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ് എന്ന് അത് നമ്മൾ നേരത്തെ കണ്ടു. ഒരു ക്യൂബിക് മീറ്റർ എന്ന് പറഞ്ഞാൽ 10 lakh ക്യൂബിക് സെൻറ്റിമീറ്റർ ആണെന്നുള്ളത് നമ്മൾ നേരത്തെ പഠിച്ചു. അപ്പോൾ ഒരു ഘനമീറ്റർ അല്ലെങ്കിൽ ഒരു ക്യൂബിക് മീറ്റർ എന്ന് പറഞ്ഞാൽ 1000 ലിറ്റർ. ഇത് നിങ്ങൾ പഠിച്ചു വെക്കേണ്ട സാധനമാണ്. ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. ഇനിയുള്ള പ്രവർത്തനങ്ങളിൽ നമുക്ക് ആവശ്യമായിട്ട് വരുന്ന സാധനമാണ്. ഒരു ക്യൂബിക് മീറ്റർ ഈസ് 1000 ലിറ്റർ എന്നുള്ളൊരു കാര്യം കുട്ടികൾ മനഃപ്പാഠം പഠിച്ചു വെക്കേണ്ട ഒരു സാധനമാണ്. അവിടെ ഓർമ്മയിൽ ഉണ്ടാവേണ്ട ഒരു സാധനമാണ്. ഇല്ലെങ്കിൽ കൺവേർഷൻ ചെയ്ത് എടുക്കാൻ പറ്റുവാണെങ്കിൽ അങ്ങനെയും നമുക്ക് എടുക്കാം. ഇത് നിങ്ങളുടെ പുസ്തകത്തിലുണ്ട്. ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് ചിത്രമായിട്ട് എടുത്ത് ഇങ്ങോട്ട് വെച്ചു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് അവിടെയും നോക്കാം. ഇനി ഇവിടെ ലിക്വിഡ് മെഷർമെൻറ്റ്, ദ്രാവകങ്ങളുടെ അളവാണ് ഇവിടെ പറയുന്നത്. നമുക്ക് നോക്കാം. വാട്ട് ഈസ് ദ കപ്പാസിറ്റി ഓഫ് എ ക്യൂബിക്കൽ വെസൽ ഓഫ് ഇന്നർ സൈഡ് 10 സെൻറ്റിമീറ്റർ. അകത്തെ നീളവും വീതിയും ഉയരവും 10 സെൻറ്റിമീറ്റർ ആയ ഒരു സമചതുര പാത്രത്തിൻ്റെ ഉള്ളളവ് എത്രയാണ്? നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ഒരു പാത്രം ഞാനിവിടെ വരയ്ക്കുകയാണ്. ഇതിങ്ങനെ വരച്ചു. ഇതിൻ്റെ അകഭാഗം ഇങ്ങനെയായിരിക്കുമല്ലോ വരിക. ഓക്കെ, ഇതിൻ്റെ അകത്തെ നീളവും വീതിയാണ് പറഞ്ഞത്. അപ്പോൾ ഇതിനകത്ത് നീളം, അതായത് ഇതിൻ്റെ അകത്തെ നീളം ഇത് 10 സെൻറ്റിമീറ്റർ ആണ് ഈ നീളം. ഈ ഉയരം എന്ന് പറയുന്നത് 10 സെൻറ്റിമീറ്റർ ആണ്. അകത്തെ ഈ വീതി എന്നും പറയുന്നത് 10 സെൻറ്റിമീറ്റർ ആണെന്നാണ് പറയുന്നത്. ഇത്തരത്തിലുള്ള ഒരു സമചതുരാകൃതിയിലുള്ള ഒരു സമചതുര പാത്രത്തിൻ്റെ ഉള്ളളവിൻ്റെ ഇംഗ്ലീഷ് വാക്കാണ് എന്ത്? കപ്പാസിറ്റി എന്ന് പറയുന്ന സാധനം. കപ്പാസിറ്റി എത്രയാണ് എന്ന് കണ്ടെത്താനാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടു കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, വോളിയത്തിൻ്റെ വേറൊരു ടേമിംഗ് തന്നെയാണ്. അപ്പോൾ ഇതിനകത്തേക്ക് ഇതേ അളവിലുള്ള വേറൊരു പാത്രം ഇറക്കി വെക്കണം. അപ്പോൾ നമുക്ക് നോക്കാം. കപ്പാസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വോളിയം കണ്ടുപിടിക്കുന്ന പോലെ തന്നെയാണ് മക്കളെ. ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ലെങ്ത് എത്രയാണ്? 10 സെൻറ്റിമീറ്റർ. ബ്രെഡ്ത്ത് എത്രയാണ്? 10 സെൻറ്റിമീറ്റർ. ഹൈറ്റ് എത്രയാണ്? 10 സെൻറ്റിമീറ്റർ. എല്ലാം കൂടെ ചെയ്യുമ്പോൾ എത്ര വരും? 100 സെൻറ്റിമീറ്റർ ഇൻറ്റു 10 സെൻറ്റിമീറ്റർ ഈസ് ഈക്വൽ ടു 1000 എന്ത് വരും? ക്യൂബിക് വെരി ഗുഡ്. ക്യൂബിക് സെൻറ്റിമീറ്റർ. 1000 ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ ഉള്ളളവായിട്ട് വരുന്നത്. വേറൊന്നുമില്ല, ഇത് തന്നെയാണ് നമ്മൾ വ്യാപ്തത്തിനും വോളിയത്തിനും ഉപയോഗിക്കുന്ന ടെക്നിക്സും ഇത് തന്നെയാണ്. ഒറ്റ കാര്യമേ ഉള്ളൂ, ഇതൊരിക്കലും ലിറ്ററിലൊന്നും പറയില്ല. ഇവിടെ കപ്പാസിറ്റി എന്നൊക്കെ പറയുമ്പോൾ ചിലവരൊക്കെ കുട്ടികൾ എഴുതും ലിറ്റർ എന്നൊക്കെ പറഞ്ഞ് എഴുതും. ലിറ്ററിൽ പറയില്ല. വോളിയവും കപ്പാസിറ്റിയും ക്യൂബിക് സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ ക്യൂബിക് മീറ്ററിലേ പറയുകയുള്ളൂ. അപ്പോൾ ഇത്രയാണ് ഈ ഒരു പ്രവർത്തനത്തിൽ നമുക്ക് ചെയ്യാനായിട്ട് ഉള്ളത്. ഇനി അടുത്തത്, ഇനി ഞാൻ വേറൊരു കാര്യം ഇതിനകത്ത് പറയാനായിട്ട് വിട്ടുപോയി. അതായത് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു പാത്രമുണ്ട്. ഇത്തരത്തിലൊരു പാത്രം എൻ്റെ കയ്യിലുണ്ട്. ഇതിനകത്ത് കുറച്ച് വെള്ളം ഞാനിങ്ങനെ
എടുത്തു വെച്ചേക്കുക. ഇതിനകത്ത് ഞാൻ കുറച്ച് വെള്ളം ഞാൻ എടുത്തു വെച്ചു. ഇനി ഞാൻ ഇതിനകത്തേക്ക് ഇത്തരത്തിലൊരു ക്യൂബ്, ഒരു സമചതുര കട്ട, ഇതിങ്ങനെ നിറഞ്ഞ് തുളുമ്പി നിൽക്കുക കേട്ടോ. വെള്ളം പുറത്തേക്ക് ചാടാനുള്ള ആ ഒരു ഇതിലിങ്ങനെ നിൽക്കുകയാണ് ഇതിനകത്ത് വെള്ളം. അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ ഈ ഒരു ക്യൂബിനെ എടുത്ത് ഇതിനകത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇതിൽ നിന്ന് പുറത്തേക്ക് എന്ത് പോകും? വെള്ളം പോവും. ശരിയല്ലേ? വെള്ളം പോവും. നമുക്കിനി ഓക്കെ 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 അപ്പോൾ ഇത്തരം ഒരു ശരി, സമ്മതിച്ചു. ശരി നിർത്തിക്കോളൂ. ശരി, സമ്മതിച്ചു. അപ്പോൾ ഈ ഒരു ക്യൂബ് ഈ ഒരു വെള്ളത്തിലേക്ക്, ഇഫ് ഐ പുട്ട് ദിസ് ക്യൂബ് ഇൻ ടു ദിസ് വാട്ടർ, ഹൗ മച്ച് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ വിൽ ലെഫ്റ്റ് ഔട്ട്? ഇതിൽ നിന്ന് എന്തോരം വെള്ളം പുറത്തേക്ക് പോകുമെന്ന് നമുക്ക് കണ്ടെത്താം. അതെങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് നമുക്ക് അടുത്ത് നോക്കാനായിട്ട് പോകുന്നത്. അതിൻ്റെ ഒരു പരിപാടി നമുക്കിവിടെ പറയുന്നുണ്ട്, നമുക്കത് നോക്കാം. ഇവിടെ എഴുതിക്കുന്ന മലയാളം നിങ്ങൾ വായിക്കാൻ പോകണ്ട, കാരണം ഞാനത് AI വെച്ചുണ്ടാക്കിയതാണ്. അപ്പോൾ ചില അക്ഷരത്തെറ്റുകളൊക്കെ ഉണ്ടാവും. എനിക്ക് അത് കറക്റ്റ് ചെയ്യാനുള്ള സമയം കിട്ടിയിട്ടില്ല. നോക്കുക, ഇത് മറ്റൊരു രീതിയിൽ പറയാം. നിറയെ വെള്ളമുള്ള ഒരു പാത്രത്തിൽ 10 സെൻറ്റിമീറ്റർ വശമുള്ള ഒരു സമചതുര കട്ട പൂർണ്ണമായും താഴ്ത്തിയാൽ പുറത്തേക്കൊഴുകുന്ന വെള്ളത്തിൻ്റെ അളവ് 1 ലിറ്റർ ആയിരിക്കും. 10 സെൻറ്റിമീറ്റർ വശമുള്ള സമചതുര കട്ട, അത് ശ്രദ്ധിച്ചോണം, ആ വേർഡിങ് ശ്രദ്ധിച്ചോ. 10 സെൻറ്റിമീറ്റർ വശമുള്ള ഒരു സമചതുര കട്ട. നമുക്ക് നോക്കാം. 10 സെൻറ്റിമീറ്റർ വശമുള്ള സമചതുര കട്ടയുടെ കപ്പാസിറ്റി അല്ലെങ്കിൽ വോളിയം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 10 × 10 × 10 ആയിരിക്കും. ഈക്വൽ ടു എത്ര കിട്ടും? 1000 ക്യൂബിക് 1000 ക്യൂബിക് സെൻറ്റിമീറ്റർ. ഇവിടെ പറയുന്നുണ്ട് പൂർണ്ണമായും താഴ്ത്തിയാൽ പുറത്തേക്ക്, ശരി, പൂർണ്ണമായും താഴ്ത്തിയാൽ പുറത്തേക്ക് പോകുന്ന വെള്ളത്തിൻ്റെ അളവെന്ന് പറഞ്ഞാൽ 1 ലിറ്റർ ആയിരിക്കും എന്നിവിടെ പറയുന്നുണ്ട്. ഇവിടെ നമുക്ക് വോളിയം എത്രയാണ് കിട്ടിയത്? 1000 ക്യൂബിക് മീറ്റർ ആണ്. ഇതിനു മുമ്പ് ഞാൻ ഈ കാണുന്ന ഇടത്തെ സൈഡിൽ കാണുന്ന ചിത്രത്തിൽ ഞാനിവിടെ പറഞ്ഞിരുന്നു. നോക്കിക്കേ മക്കളെ, 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ 1 ഘനമീറ്റർ ആണ്. 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ 1000 ലിറ്റർ എന്ന് പറഞ്ഞാൽ 1 ഘനമീറ്റർ ആണ്. ഇവിടെ നോക്കൂ, 1 ലിറ്റർ എന്നാൽ 1000 ഘന സെൻറ്റിമീറ്റർ ആണ്. ഇവിടെ നോക്കിയേ, 1000 ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ്. അപ്പം നമുക്ക് എഴുതാം 1000 ക്യൂബിക് സെൻറ്റിമീറ്റർ പറഞ്ഞാൽ എത്ര ലിറ്റർ ആണ്? 1 ലിറ്റർ ആണ്. മനസ്സിലായോ? ഒന്നുകൂടെ പറഞ്ഞുതരാം. ശ്രദ്ധിച്ചോ, ശ്രദ്ധിച്ചോ. ഇവിടെ നമുക്ക് കിട്ടി, ഇത് മനസ്സിലായോ? 1000 ക്യൂബിക്, ഇത് മകനെ ഒന്നുകൂടെ പറയുകയാണ്, ശ്രദ്ധിച്ചോളൂ. ഇവിടെ നമുക്ക് കിട്ടിയല്ലോ 1000 ക്യൂബിക് സെൻറ്റിമീറ്റർ കിട്ടിയത്, മനസ്സിലായല്ലോ. കാരണം നമ്മൾ മോനെ, അത് ഇൻ്റർനെറ്റിൻ്റെ എന്തെങ്കിലും കുഴപ്പമായിരിക്കാം, നെറ്റിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം. ഞാൻ എന്തായാലും ഈ ക്ലാസ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യും. ഇവിടെ നോക്കൂ, നിങ്ങൾ ഈ ചിത്രത്തിൽ നോക്കുക. ഇവിടെ നോക്കുക, ഇതൊരു ഗ്ലാസ്സാണ്. ഇവിടെ ഈ ഗ്ലാസ്സിൽ നിറയെ വെള്ളം ഇവിടെ ഉണ്ട്. ഈ ഗ്ലാസ്സിലേക്ക് 10 സെൻറ്റിമീറ്റർ നീളവും 10 സെൻറ്റിമീറ്റർ വീതിയും 10 സെൻറ്റിമീറ്റർ ഉയരവുമുള്ള ഒരു ചതുരക്കട്ട ഇതിനകത്തേക്ക് ഇടുന്നു. കട്ട താഴ്ത്തുന്നു. അപ്പോഴേക്ക് എന്ത് ചെയ്യും? പുറത്തേക്ക് പോകുന്ന വെള്ളത്തിൻ്റെ അളവ് 1 ലിറ്റർ ആണ് എന്നാണ് പറയുന്നത്. ഈ 1 ലിറ്റർ എങ്ങനെ വന്നു എന്ന് ചുമ്മാ അങ്ങനെ പറഞ്ഞാൽ മതി, നമുക്ക് കണ്ടുപിടിക്കണ്ടേ? ആ കാര്യമാണ് ഞാനിവിടെ പറയാനായിട്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇവിടെ ആ ചതുരക്കട്ടയുടെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 10 ആണ്, 10 സെൻറ്റിമീറ്റർ ആണ്. ബ്രെഡ്ത്ത് അഥവാ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ 10 സെൻറ്റിമീറ്റർ ആണ്. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഇതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? 10 × 10 × 10. ഇല്ലെങ്കിൽ അങ്ങനെ വേണ്ട, ഞാനത് ഒന്നുകൂടെ ഇതായിട്ട് എഴുതിത്തരാം. ഇതിൻ്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആയിരിക്കും. അതായത് ലെങ്ത് എത്രയാണ്? 10. ബ്രെഡ്ത്ത് എത്രയാണ്? 10. വീതി 10. ഉയരം എത്രയാണ്? 10. എല്ലാം കൂടെ ഗുണിക്കുമ്പോൾ എത്ര കിട്ടും നമുക്ക്? 1000 ക്യൂബിക് സെൻറ്റിമീറ്റർ. അതെ, ഓക്കെ, 1000 ക്യൂബിക് സെൻറ്റിമീറ്റർ. ആദിദേവ് റോയി ഞാൻ കേട്ടു.
ഞാൻ കേട്ടു. ഓക്കെ, ശരി. ഇനി നിങ്ങൾ ഇങ്ങോട്ടേക്ക് നോക്കിക്കേ. 1 ലിറ്റർ എന്നാൽ 1000 ഘന സെന്റിമീറ്റർ എന്നാണ് പറയുന്നത്. അതായത് 1 ലിറ്റർ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ 1000 ക്യൂബിക് സെന്റിമീറ്റർ ആണ്. അപ്പോൾ 1000 ക്യൂബിക് സെന്റിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ലിറ്റർ ആയിരിക്കും? 1 ലിറ്റർ ആയിരിക്കും അല്ലേ? അത് തന്നെ ഇവിടെ ഉള്ളൂ. അപ്പോൾ നമുക്കിവിടെ എത്ര എഴുതാം? 1000 ക്യൂബിക് സെന്റിമീറ്റർ എന്നുള്ളത് 1 ലിറ്റർ എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാം. അത് തന്നെ ഇവിടെയും പറഞ്ഞ് താഴ്ത്തിയാൽ പുറത്തേക്ക് പോകുന്ന വെള്ളത്തിൻ്റെ അളവും 1 ലിറ്റർ ആയിരിക്കും. ഈ ഒരു കൺവേർഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് കൊടുത്ത ഒരു ചിത്രം മാത്രമാണ് ഈ ഒരു ഭാഗം. ഓക്കെ, ഇനി അടുത്തത് ഈ ഭാഗത്തിന് പറയുന്നത് ഒരു പ്രവർത്തനമാണ്. നമുക്ക് ചെയ്ത് നോക്കാം. ഇതെല്ലാം യൂട്യൂബ് ചാനലിൽ ഞാൻ ഇടാൻ കേട്ടോ, നിങ്ങൾക്ക് അപ്പോൾ അവിടെ നിന്ന് കാണാം. വീണ്ടും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇനി how many liter of water do a vessel of length 20 cm, width 15 cm and height 10 cm contains? ഇവിടെ പറയുന്നത് നീളം 20 സെൻറ്റിമീറ്ററും വീതി 15 സെൻറ്റിമീറ്ററും ഉയരം 10 സെൻറ്റിമീറ്ററുമായ ഒരു പാത്രത്തിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളും? ഇന്നലെ പറഞ്ഞ പോലെ നമുക്ക് ഇതിൻ്റെ ഓരോ ഭാഗങ്ങളും നമുക്ക് എടുത്തെടുത്ത് ഓപ്പറേഷൻ ചെയ്ത് നോക്കാം. നീളം 20 സെൻറ്റിമീറ്റർ എഴുതുക. ലെങ്ത് ഈസ് ഈക്വൽ ടു 20 സെൻറ്റിമീറ്റർ. ദെൻ വീതി width 15 സെൻറ്റിമീറ്റർ. നമുക്ക് എങ്ങനെ എഴുതാം? width ഈസ് ഈക്വൽ ടു 15 സെൻറ്റിമീറ്റർ. ദെൻ ഹൈറ്റ് 10 സെൻറ്റിമീറ്റർ. നമുക്ക് എങ്ങനെ എഴുതാം? ഹൈറ്റ് ഈസ് ഈക്വൽ ടു 10 സെൻറ്റിമീറ്റർ. ഇനി എന്താ പറയുന്നത്? ഒരു പാത്രത്തിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളും? എത്ര ലിറ്റർ ആണ് ചോദിച്ചിരിക്കുന്നത്? ഘന സെൻറ്റിമീറ്ററോ ഘന മീറ്ററോ അല്ല, ലിറ്റർ ആണ് ചോദിച്ചിരിക്കുന്നത്. കാരണം വോളിയം അല്ല കപ്പാസിറ്റി ആയിരുന്നെങ്കിൽ എത്ര ഘന സെൻറ്റിമീറ്റർ എന്ന് പറയാം. ഇവിടെ നമുക്ക് ചോദിച്ചിരിക്കുന്നത് ലിറ്റർ ആണ്. കണ്ടെയ്ൻസ് എത്ര ലിറ്റർ, ഹൗ മെനി ലിറ്റേഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ഇവിടെ നമുക്ക് എന്താ കപ്പാസിറ്റി കണ്ടുപിടിക്കാം. എന്ത് ചെയ്യണം? ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്, അല്ലെങ്കിൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. എന്ത് ചെയ്യാം? 20 ഇൻറ്റു 15 ഇൻറ്റു 10 എത്ര കിട്ടും? ഹലോ, ചെയ്ത് നോക്ക്. ഇത് ചെയ്യാൻ എളുപ്പമാണ്. 20 ഇൻറ്റു 10 എത്ര കിട്ടും? 200 നമുക്ക് കിട്ടും. 20 ഇൻറ്റു 10 200 ഇൻറ്റു 15 ഇൻറ്റു 2 എത്രയാണ്? 30. പിന്നെ രാക്കിൽ 2 സീറോസും കൂടെ വരുമ്പോൾ 3000. 3000 എന്താണ് കിട്ടുന്നത്? 3000 ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? കിട്ടുന്നത്. അതെ, നമ്മൾ അതെ സമ്മതിച്ചു. കപ്പാസിറ്റി അല്ല, അഥവാ ഉള്ളളവ്. ഇനി നമുക്കിവിടെ ചോദിച്ചിരിക്കുന്നത് ക്യൂബിക് സെൻറ്റിമീറ്ററിലല്ല, ഇവിടെ എത്ര ലിറ്റർ വെള്ളം കൊള്ളുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? ഈ ക്യൂബിക് സെൻറ്റിമീറ്ററിനെ എങ്ങോട്ടേക്ക് മാറ്റണം? ലിറ്ററിലേക്ക് മാറ്റണം. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു 1000 ക്യൂബിക് സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 1 ലിറ്ററാണ്. എങ്കിൽ 3000 ക്യൂബിക് വെരി ഗുഡ്. ക്യൂബിക് സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 ലിറ്ററാണ്. ഒന്നും വേണ്ട, 3000നെ എത്ര കൊണ്ട് ഹരിച്ചാൽ മതി? 1000 കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പോൾ എത്ര കിട്ടും? 3 ലിറ്റർ. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എത്രയാണ് മക്കളെ? ഇതിൻ്റെ ഉത്തരം 3 ലിറ്റർ. യെസ്, എക്സാക്ട്ലി കറക്റ്റ്. 3 ലിറ്റർ വെള്ളമായിരിക്കും ഇതിൽ കൊള്ളുക. ഓക്കെ, ഇനി അടുത്തതിലേക്ക് നമുക്ക് പോവാം. മനസ്സിലാകാത്ത കുട്ടികളുണ്ടെങ്കിൽ ഇത് നോട്ട് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും, നിങ്ങൾക്ക് അവിടുന്ന് നോട്ട് എഴുതാം. യൂട്യൂബിൽ ഞാൻ അപ്ലോഡ് ചെയ്യും, നിങ്ങൾക്ക് അവിടെ നോട്ട് എഴുതണം. ഞാൻ യൂട്യൂബ് ചാനലിൽ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യും, നിങ്ങൾക്ക് അവിടുന്ന് നോട്ട് എഴുതാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പ്രവർത്തനത്തിലേക്ക് പോവാം. ഇത് നമ്മുടെ പാഠപുസ്തകത്തിലുള്ളൊരു ചോദ്യമാണ്. ചതുരപ്പെട്ടിയുടെ ആകൃതിയിലുള്ള ഒരു ജലസംഭരണിക്ക് 4 മീറ്റർ നീളവും 2.5 മീറ്റർ ഉയരവും ഉണ്ട്. ഇതിൽ 15000 ലിറ്റർ വെള്ളം കൊള്ളും. ജലസംഭരണിയുടെ വീതി എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്നലെ നമ്മൾ കണ്ടു, ഏതാണ് വ്യാപ്തം അഥവാ വോളിയത്തിൻ്റെ നമ്മൾ കണ്ടു. ലെങ്ത് തന്നിട്ടുണ്ട്, ബ്രെഡ്ത്ത് തന്നിട്ടുണ്ട്, ഹൈറ്റ് തരത്തില്ല, പക്ഷേ വോളിയം തന്നിട്ടുണ്ട്.
നമ്മളിവിടെ കണ്ടുപിടിച്ചെന്തായിരുന്നു? ഇത് തമ്മിൽ ഗുണിച്ചിട്ട് വോളിയത്തിൽ നിന്ന് എന്ത് ചെയ്യും? അത് ഹരിക്കും. അതേ പരിപാടി തന്നെയാണ് ഇവിടെയും വന്നിരിക്കുന്നത്. നമുക്ക് എന്തായാലും നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ സർജറി ചെയ്ത് നോക്കാം. എ റെക്ടാങ്കുലർ ടാങ്ക് ഓഫ് ലെങ്ത് 4 മീറ്റർ. ലെങ്ത് 4 മീറ്റർ. അപ്പോൾ തന്നിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് തന്നിരിക്കുന്ന പ്രവർത്തനത്തിൽ, അതാണ് ആദ്യം എഴുതേണ്ടത്. ഒരു മാത്സിൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ ആദ്യം എന്തൊക്കെ തന്നിട്ടുണ്ട് അതാണ് ആദ്യം കണ്ടെത്തേണ്ടത്. എ റെക്ടാങ്കുലർ ടാങ്ക് ഓഫ് ലെങ്ത് 4 മീറ്റർ. അപ്പോൾ ലെങ്ത് 4 മീറ്റർ അഥവാ നീളം 4 മീറ്റർ. നീളം 4 മീറ്റർ. ഇനി പറയുന്നുണ്ട് ഇതിൻ്റെ ഉയരം, ഹൈറ്റ് എത്രയാണ് പറയുന്നത്? 2.5 മീറ്റർ ആണ് ഇതിൻ്റെ ഹൈറ്റ് പറയുന്നത്. അതായത് ഉയരം എത്രയാണ്? 2.5 മീറ്റർ ആണ് ഇതിൻ്റെ ഉയരം പറയുന്നത്. ശരി, ഇതിൽ കൊള്ളുന്ന ശരി ഇതിൽ കൊള്ളുന്ന വെള്ളം എന്ന് പറയുന്നത് 15,000 ലിറ്റർ വെള്ളമാണ് ഇതിനകത്ത് ആകെ. മോളെ, ഞാൻ പ്രോബ്ലത്തിലേക്ക് കടന്നിട്ടില്ല, ചോദ്യമാണ് പറയുന്നത്, ശ്രദ്ധിക്കുക. ഒരു ചതുരപ്പെട്ടിയുണ്ട്, ഒരു ബോക്സ് ഉണ്ട്, ഇതുപോലൊരു ബോക്സ് ഉണ്ട്. ഈ ഒരു ബോക്സിൻ്റെ നീളം എന്ന് പറയുന്നത് 4 മീറ്റർ ആണ്. ഇതിൻ്റെ ഉയരം എന്ന് പറയുന്നത് 2.5 മീറ്റർ ആണ്. ഇതിനകത്ത് കൊള്ളുന്ന വെള്ളത്തിൻ്റെ അളവെന്ന് പറയുന്നത് 15,000 ലിറ്റർ ആണ്. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത്. തന്നിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചോദ്യം വായിച്ച് എഴുതിയെന്നേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് ചെയ്യേണ്ട കാര്യം ചോദ്യം വായിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ടാസ്ക്. അത് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. 1, 2, 3 തവണയൊക്കെ വായിക്കണം, എങ്കിലേ കിട്ടുള്ളൂ. അപ്പം ഇവിടെ ഇതാണ് പറഞ്ഞിരിക്കുന്നത്. നീളം തന്നിട്ടുണ്ട്, ഉയരം തന്നിട്ടുണ്ട്, എത്ര ലിറ്റർ വെള്ളം കൊള്ളുമെന്നും തന്നിട്ടുണ്ട്. ഇനി നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഇത് എങ്ങനെ ചെയ്യാമെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കറിയാം കപ്പാസിറ്റി അഥവാ ഉള്ളളവ്, ഇനി അല്ലെങ്കിൽ വ്യാപ്തം കണ്ടുപിടിക്കാം. ഇല്ലെങ്കിൽ എന്തും ചെയ്യാം, ലെങ്തും വിഡ്ത്തും ഹൈറ്റും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് നമ്മൾ കണ്ടു. ഇവിടെ നമുക്ക് ലെങ്ത് എത്രയെന്നറിയാം, എത്രയാണ്? 4 ആണ്. ഇനി വിഡ്ത്ത് എത്രയാണെന്ന് അറിയാമോ? വിഡ്ത്ത് നമുക്ക് അറിയില്ല. ഉയരം നമുക്കറിയാം, എത്രയാണ്? 2.5 മീറ്റർ ആണ്. ഇത്രയും നമുക്ക് അവർ തന്നിട്ടുണ്ട്. ഇനി വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇവിടെ 15,000 ലിറ്റർ ആണ് തന്നിരിക്കുന്നത്. ഇത് എത്ര ഘനമീറ്റർ ആയിരിക്കും? വെരി ഗുഡ്, 15 ക്യൂബിക് മീറ്റർ. 15 ക്യൂബിക്. ശരിയാണ്. 15 ക്യൂബിക് മീറ്റർ. അതായത് ഇതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 15 ആയിരിക്കും. ഈ കപ്പാസിറ്റി എന്ന് പറയുന്നത് 15 ആയിരിക്കും. അതാണല്ലോ ഈ കൊട്ടിയേക്കണത്. ഇനി ഇവിടെ നോക്കൂ മക്കളെ, ലെങ്തിനെ ഹൈറ്റ് കൊണ്ട് ഗുണിച്ചു, ആ കിട്ടിയതിനെ വിഡ്ത്ത് കൊണ്ട് ഗുണിക്കുമ്പോഴാണ് നമുക്ക് കപ്പാസിറ്റി കിട്ടുന്നത്, അതായത് 15 കിട്ടുന്നത്. അപ്പോൾ നമുക്കിവിടെ ഈ കാണുന്ന ലെങ്തിനെ ഈ പറയുന്ന ഹൈറ്റ് കൊണ്ടൊന്ന് ആദ്യം ഗുണിച്ച് നോക്കാം. അതായത് 15 സമം 4 ഗുണിക്കണം 2ഉം 2-1. ഇത് ചെയ്യുന്ന രീതി നമ്മൾ 5ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഇത് ചെയ്യാനായിട്ട് 4 ഗുണിക്കണം, ഇത് മിക്സ്ഡ് ഫ്രാക്ഷനാണ്, ഇതിനെ പ്രോപ്പറാക്കി മാറ്റണം. അതിന് ചെയ്യേണ്ടത് ആദ്യം 2ഉം 2ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. 2 × 2 4, 4 × 4 + 1 5, 5/2 എന്നായിരിക്കും വരിക. ഈസ് ഈക്വൽ ടു 5 × 4 20, 20 / 2. ഇനി 20യെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എത്ര കിട്ടും? നമുക്ക് 10 കിട്ടും. അതാണ് ഇവിടെ വരിക. അപ്പോൾ 10 × വിഡ്ത്ത് എന്ന് പറയും. അതായത് 10നെ ഏതോ ഒരു സംഖ്യ കൊണ്ട് ഗുണിച്ചപ്പോൾ 15 കിട്ടി എങ്കിൽ ആ സംഖ്യ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ 15നെ 10 കൊണ്ട് ഹരിച്ചാൽ പോരെ? അപ്പോൾ എത്ര ഉത്തരം വരും? യെസ്, ഉത്തരം നമുക്ക് എത്ര കിട്ടും? 5 മീറ്റർ. അഞ്ച് വരുമോ?
5 ക്യൂബിക് സെൻറ്റിമീറ്ററും വരില്ലല്ലോ. നിൽക്ക് നമുക്ക് പാഠപുസ്തകത്തിലേക്കൊന്ന് തിരിച്ചു പോകേണ്ടതായിട്ടുണ്ട്. നമ്മൾ ചെയ്തതിൽ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ പ്രശ്നം പറ്റിയിട്ടുണ്ടോ നോക്കാം. അത് തന്നെ. അപ്പോൾ 10 കൊണ്ട് ശ്രദ്ധിക്കുക. പേജ് നമ്പർ നോക്കണ്ട, ഇവിടെ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഹരിച്ചതിൽ ഇത്തിരി മിസ്റ്റേക്ക് പറ്റിയതാണ്. നമുക്ക് തെറ്റ് പറ്റാൻ പാടില്ല, എന്നാലും നോക്കാം. ഓക്കെ, ഇവിടെ 15നെ 10 കൊണ്ടല്ലേ ഹരിക്കേണ്ടത്. 15നെ 10 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എത്ര കിട്ടും? 1.5 കിട്ടുള്ളൂ അല്ലേ? അതായത് നിങ്ങൾ നോക്കതേ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ, അതായത് ഫ്രാക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 15/10 എന്ന് പറഞ്ഞാൽ എന്താണ്? 15നെ റൈസ് ചെയ്തേക്കട്ടെ. ഓക്കെ, വരാൻ മോളെ, വെയിറ്റ് ഒരു നിമിഷം. 15/10 എന്ന് പറഞ്ഞാൽ 15നെ 10 കൊണ്ട് ഇങ്ങനെയും നമുക്ക് എഴുതാം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 5ാം ക്ലാസ്സിൽ നമ്മൾ ഡെസിമൽ എന്ന് പറഞ്ഞ സാധനം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെ വരുമ്പോൾ ഇതിന് എങ്ങനെ എഴുതാം? 1.5 എന്ന് നമുക്ക് കുത്തിട്ട് എഴുതാം എന്നുള്ള കാര്യം, ഡെസിമൽ പോയിന്റ് ഡോട്ട് ഇട്ട് എഴുതാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. 15/10 എന്ന് പറയുന്നത് 1.5 ആണ്. അപ്പോൾ എന്ത് പറയും? 1.5 മീറ്റർ. ഇതിനെ നമുക്ക് വേറെ രീതിയിൽ പറയാം, 1.5 മീറ്റർ എന്ന് നമുക്കിതിനെ പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൻ്റെ വിഡ്ത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1.5 മീറ്റർ ആണ് അതിൻ്റെ വിഡ്ത്ത് വരുന്നത്. അപ്പോൾ സംശയമുള്ളവർ യൂട്യൂബിൽ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഒന്നുകൂടെ ഒന്ന് കയറി കണ്ടു നോക്കിയാൽ മതി. ഇല്ലെങ്കിൽ എന്നോട് സ്കൂൾ തുറക്കുമ്പോൾ ചോദിച്ചാൽ ഞാൻ വീണ്ടും ഒരിക്കൽ കൂടെ പറഞ്ഞുതരാം. ഈ പ്രവർത്തനം ഒന്നുകൂടെ ചെയ്യിക്കണോ? വേണ്ട. ഓക്കെ, ഗുഡ്, ശരി. അപ്പോൾ നോക്കട്ടെ, നമ്മൾ ഡൗട്ടായത് പെട്ടെന്ന് 5 എഴുതിയത്. 5 അല്ല, 15നെ 10 കൊണ്ട് വെച്ചാൽ 1.5 മീറ്റർ ആണ് അവിടെ വരിക. ഇനി ഇന്നലത്തെ ഒരു പ്രവർത്തനമായിരുന്നു, നമ്മൾ 5ാം ക്ലാസ്സിലെ ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രവർത്തനമായിരുന്നു ഈ ഒരു സാധനം. ഇത് നമ്മൾ 5ാം ക്ലാസ്സിൽ പഠിച്ചാണ്. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരികയാണ്. ഇതിനെ ചെറിയ കഷ്ണങ്ങൾ ഇങ്ങനെ ആക്കുക. ഇത് പരീക്ഷയ്ക്ക് വരുന്നതാണ്. അതിന് കഷ്ണങ്ങളാക്കി ഓരോ കഷ്ണത്തിന് നമ്പർ ഇട്ട് കൊടുക്കുക. ഇത് 1, ഇത് 2, ഇത് 3, ഇത് 4. ഇതിൻ്റെ ഓരോന്നിൻ്റെയും വ്യാപ്തം കണ്ടുപിടിക്കാനുള്ളതാണ് ചോദ്യം. നമുക്ക് ഒന്നാമത്തേതിൻ്റെ അല്ലെങ്കിൽ ഈ ഒന്നാമത്തേതിൻ്റെ വ്യാപ്തം നമുക്ക് കണ്ടെത്തി നോക്കാം. ഒന്നാമത്തേതിൻ്റെ വ്യാപ്തം കണ്ടെത്തി നോക്കാം. ഇതിൻ്റെ ലെങ്ത് എത്രയാണ് മക്കളെ? 20 ആയിരിക്കും ലെങ്ത് വരിക. പിന്നെ ഇതിൻ്റെ ബ്രെഡ്ത്ത് എത്രയായിരിക്കും വരിക? ഇവിടെ മൊത്തം 12 ഉണ്ട്, ഇവിടുന്ന് 8 പോയി, ബാക്കി ഇവിടെ 4 ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 4 ആയിരിക്കും. ഇനി ഹൈറ്റ് എന്ന് പറയുന്നത് 2 ആണ്. അതായത് ഇവിടെ 2 എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്, അതേ ഹൈറ്റ് തന്നെയായിരിക്കും ഇവിടെയും വരിക, 2. അപ്പോൾ ഇതിൻ്റെ വോളിയം എന്ന് പറയുന്നത് 20 × 4 × 2 എന്നായിരിക്കും വരിക. ഓക്കെ, 20 × 2 40, 40 × 4 160 ക്യൂബിക് സെൻറ്റിമീറ്റർ ആയിരിക്കും ഇതിൻ്റെ വരിക. ഇനി അതേപോലെ തന്നെ ഇതിൻ്റെ ഓരോന്നിൻ്റെയും, ഇനി രണ്ടാമത്തേൻ്റെയും നമുക്ക് ഇങ്ങനെ കണ്ടുപിടിച്ച് നോക്കാം. രണ്ടാമത്തേൻ്റെ വരുമ്പോൾ എത്രയായിരിക്കും? ഈ നീളം എന്ന് പറയുന്നത് 4 ആണ്, അതായത് ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 4 ആണ്. ഇനി ലെങ്ത് എന്ന് പറയുന്നത് 8 ആണ്, അതായത് ഇവിടെ തന്നിട്ടുണ്ട്, ലെങ്ത് 8 ആണ്. ഹൈറ്റ് എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ ഇതിൻ്റെ വോളിയം എത്ര കിട്ടും? 4 × 8 × 2. അപ്പം ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടുക? 64 വരില്ലേ? എന്നാൽ 32 × 2 64 ആ രണ്ടാമത്തെ. അപ്പോൾ ഇതുപോലെ ഓരോ മൂന്നാമത്തേതിൻ്റെയും കണ്ടുപിടിക്കണം, നാലാമത്തേൻ്റെയും കണ്ടുപിടിച്ചിട്ട് എല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ വോളിയം നമുക്ക് കിട്ടും. ഓക്കെ, മനസ്സിലായോ? മനസ്സിലായോ? ഓക്കെ, ശരി. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ ഇവിടെ കിടപ്പുണ്ട്. ഈ ഒരു പ്രവർത്തനമാണ്, ഇന്നലെ ഹോംവർക്കായിട്ട് പറഞ്ഞതാണ്. അപ്പോൾ ഇത് ഈ ഒരു ഇ എന്ന് പറയുന്ന ഭാഗമാണ് ഞാൻ ഇപ്പോൾ ഇത് കാണിച്ചു തന്നത്. പിന്നെ വലിയ അളവുകൾ എന്ന് പറയുന്ന ഒരു ഭാഗം നമ്മൾ ക്യൂബിക് മീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മളിന്ന് പറഞ്ഞു, ഒരു ക്യൂബിക് മീറ്റർ എന്ന് പറഞ്ഞാൽ
10,000 ഘന സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 10 ലാക്ക് ഘന സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 10 ലാക്ക് ക്യൂബിക് സെൻറ്റിമീറ്റർ ആണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. പിന്നെ ഈ ഒരു ലോറിയുടെ പ്രവർത്തനം നമ്മൾ ചെയ്തു. ബാക്കി രണ്ടെണ്ണം നിങ്ങൾ സ്വയമേവ ചെയ്ത് നോക്കുക. രണ്ടാമത് പേജ് നമ്പർ 43 ഈ രണ്ട് പ്രവർത്തനങ്ങൾ, 2ഉം 3ഉം പ്രവർത്തനങ്ങൾ സ്വയമേവ ചെയ്ത് നോക്കുക. പിന്നെ ഉള്ളളവ് അഥവാ കപ്പാസിറ്റി എന്ന് പറയുന്ന ആ ഒരു പ്രവർത്തനം നമ്മൾ ഇവിടെ ചെയ്തു. 8,000 വരുന്ന ആ ഒരു പ്രവർത്തനം നമ്മൾ ചെയ്തു. പിന്നെ ദ്രാവകങ്ങളുടെ അളവ് എന്ന് പറയുന്ന ആ ഒരു ലിക്വിഡ്, അതിൻ്റെ ആ ഒരു പ്രവർത്തനം നമ്മളിപ്പോൾ ചെയ്തു. നമ്മൾ ചെയ്തു നീളം 20 സെൻറ്റിമീറ്ററും 15 സെൻറ്റിമീറ്ററും ഉയരം 10 സെൻറ്റിമീറ്റർ ആയ പാത്രത്തിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളും? എന്തോ ഈൻ്റെയോ? പറഞ്ഞു തരാമല്ലോ, ശ്രദ്ധിച്ചോളുക. നമ്മൾ 5ാം ക്ലാസ്സിൽ ഇത് പഠിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനായിരുന്നു നമ്മൾ പഠിച്ചത്. ഇവിടെ നമ്മൾ ചെയ്യേണ്ട ഇത്തരത്തിലുള്ള സാധനം തന്നെ, ഇതിനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റണം. ഇവിടെ ഒരെണ്ണം ഇതിങ്ങനെ ഒരു കഷ്ണമാക്കാം, ഇത് ഇവിടുന്നും ഇങ്ങനെ ഒരു കഷ്ണമാക്കാം. ഇനി ഇങ്ങനെയല്ല, നിങ്ങൾക്ക് വേറെ രീതിയിൽ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഇവിടുന്ന് ഇങ്ങനെ ഒരു കഷ്ണമാക്കാം, ഇവിടുന്ന് ഇങ്ങനെ ഒരെണ്ണം ആക്കാം, ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു കഷ്ണമാക്കാം, ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു കഷ്ണം, ഇങ്ങനെയും ചെയ്യാം. പക്ഷേ ഇവിടെ കഷ്ണങ്ങളുടെ എണ്ണം കൂടുതലായിരിക്കും. അപ്പോൾ അതിൽ ഒന്ന് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒറ്റയടിക്ക് കുറച്ചൊരു എളുപ്പമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതി നമ്മൾ നോക്കുക. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഇതൊരു സ്ലൈഡ് ആക്കാം, ഇതൊരു കഷ്ണമാക്കാം, ഇതും ഒരു കഷ്ണമാക്കി എടുക്കാം. ഇനി ഇതിൻ്റെ ഓരോ അളവുകളും കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അടുത്ത ഘട്ടം എന്ന് പറയുമ്പോൾ. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ ആകെ 20 ആണ് ഇവിടുത്തെ അളവ് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു അളവ് നമുക്ക് എത്രയെന്ന് അറിയില്ല. അതായത് ഇവിടുന്ന് ഇത്രയും എത്രയാണെന്ന് നമുക്ക് അറിയില്ല. ഇവിടെ മൊത്തം നമുക്ക് 12 ആണെന്നറിയാം, ഇവിടം വരെ 8 ആണെന്ന് പറയാം. അപ്പോൾ 12ൽ നിന്ന് 8 പോയാൽ ബാക്കി 4. ഇവിടെയും അത് തന്നെയായിരിക്കും 4. ഈ ഉയരം നോക്കുക, ഇത് നമുക്ക് അറിയില്ല. ഇവിടെ ഉയരം 2 തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എത്രയായിരിക്കും? ഉയരം 2 ആയിരിക്കും. ഇവിടെയും ഉയരം 2 ആയിരിക്കും, ഇവിടെയും ഉയരം 2 ആയിരിക്കും. ഈ നീളവും 4 ആയിരിക്കും, ഈ നീളവും 4 ആയിരിക്കും. ഇവിടുത്തെ ഈ നീളവും 4 ആയിരിക്കും, ഇവിടുത്തെ ഈ ഉയരവും 2 ആയിരിക്കും. ഇനി ഇതിൻ്റെ ആകെ നീളം 12 തന്നിട്ടുണ്ട്. അതിൽ 4 ഇവിടെ പോയി, ബാക്കി മിച്ചമുള്ള 8 ഇവിടെയുണ്ട്. കണ്ടുപിടിക്കണമെന്നില്ല, ഇവിടെ 8 ഉണ്ട്, അത് തന്നെയായിരിക്കും ഇവിടെയും വരിക. ഇനി ഈ നീളം 4 തന്നിട്ടുണ്ട്. അപ്പോൾ ഈ നീളം എത്രയാവും? അതും 4 ആയിരിക്കും. ഇനി ഇത് 8 ആണ്. അപ്പോൾ ഇവിടുന്ന് ഇത്രയുള്ള കുറച്ച് ഭാഗം എത്രയാണ്? അതും 8 ആയിരിക്കും. കാരണം ബാക്കിയുള്ള 4 അപ്പുറത്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ വശങ്ങളുടെ നീളങ്ങളെല്ലാം നമുക്ക് കിട്ടി. ഇനി ഇതിൻ്റെ നമ്പർ ഇടണം. ഇത് 1ാമത്തെ കഷ്ണം, ഇത് 2ാമത്തെ കഷ്ണം, ഇത് 3ാമത്തെ കഷ്ണം, ഇത് 4ാമത്തെ കഷ്ണം. ഇനി ഇതിൽ 1ാമത്തെ ആ ഒരു ബ്രിക്കിൻ്റെ ആ ഒരു കഷ്ണത്തിൻ്റെ ആ വോളിയം നമുക്ക് കണ്ടുപിടിക്കാം. അവിടെ ലെങ്ത് എത്രയാണ്? 20 ആണ് വരുന്നത്. ഇനി ബ്രെഡ്ത്ത് എത്രയാണ്, അല്ലെങ്കിൽ വിഡ്ത്ത് എത്രയാണ്? 4 ആണ് വരുന്നത്. ഹൈറ്റ് എത്രയാണ്? 2 ആണ്. ഹൈറ്റ് 2, വിഡ്ത്ത് 4, ലെങ്ത് 20. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ വോളിയം അഥവാ വ്യാപ്തം, ഇതിൻ്റെ വോളിയം അഥവാ വ്യാപ്തം എങ്ങനെ കണ്ടുപിടിക്കാം? ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. എന്ത് ചെയ്യുക? 20 ഗുണിക്കണം 4 ഗുണിക്കണം 2. 20 ഗുണിക്കണം 2 എത്ര കിട്ടും? 40. 40 ഗുണിക്കണം 4 160 എന്ന് നമുക്ക് കിട്ടും. അതേപോലെ തന്നെ എന്തിൻ്റെയും 2ാമത്തേൻ്റെയും നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. ഈ ഒരു ബ്ലോക്കിന് നമ്മൾ കണ്ടുപിടിക്കണം. ശേഷം എന്ത് ചെയ്യണം? 3ാമത്തേൻ്റെയും ഇതുപോലെ കണ്ടുപിടിക്കണം. ശേഷം എന്ത് ചെയ്യണം? 4ാമത്തേൻ്റെയും ഇതുപോലെ കണ്ടുപിടിക്കണം. എന്നിട്ട് ഈ 1ഉം 2ഉം 3ഉം 4ഉം കൂടെ എല്ലാം കൂടെ കൂട്ടിക്കഴിയുമ്പോഴേക്കും ഇതിൻ്റെ ആകെ വോളിയം അഥവാ വ്യാപ്തം എത്രയാണെന്നുള്ളത് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നതാണ്. മനസ്സിലായോ? ഓക്കെ, ശരി. അപ്പോൾ സാർ എന്തായാലും ഇതിൻ്റെ വീഡിയോ എന്തായാലും ഞാൻ ഗ്രൂപ്പിലിടാം. ഗ്രൂപ്പിലല്ല, നമ്മുടെ ജ്ഞാനോദയം മീഡിയ എന്ന് പറയുന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലിടാം. ലിങ്ക് നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യാം. സംശയം ക്ലാസ് മര്യാദ കാണാൻ പറ്റാഞ്ഞവർക്കും ശബ്ദം കേൾക്കാൻ പറ്റാഞ്ഞവരും ആ വീഡിയോ കാണുക. ഓക്കെ, താങ്ക് യു.